പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടകവാവ് പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തും. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും ഭക്തരുടെ തിരക്കാണ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് പുലർച്ചെ 2:30 തുടക്കമായി. വിവരങ്ങളുമായി ആലുവയിൽ നിന്ന് വിഷ്ണു സുരേഷും തിരുനെല്ലിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധറും ചേരുകയാണ്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എത്രത്തോളം ജനബാഹുല്യമുണ്ട് അവിടെ? ഗുഡ് മോർണിംഗ്. കൃത്യം 2:30 തന്നെ ആലുവ മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഏകദേശം 40ഓളം വരുന്ന ബലിത്തറകളാണ് ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. 61ഓളം ബലിത്തറകൾ ഉണ്ടായിരുന്നു. 40 എണ്ണമാണ് നിലവിൽ സജീവമായി നിലനിൽക്കുന്നത്. രാവിലെ തന്നെ ആളുകൾ എത്തി. മഴയുടെ ഒരു ഭീഷണി ഉണ്ട് എങ്കിൽ പോലും നിലവിൽ അങ്ങനെ പൂർണ്ണമായും മഴയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ചില വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏകദേശം 200-ലധികം വരുന്ന പോലീസുകാരെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു. 2:30 മുതലാണ് ആരംഭിച്ചത്. പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആലുവ മണപ്പുറം. ഏറെ ഈ കർക്കിടകവാവുലുമായി ബന്ധപ്പെട്ട് ഏറെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ പിതൃതർപ്പണത്തിന് വേണ്ടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ തിരക്കുണ്ടെന്നാൽ പോലും ഒരു 8 മണിയോടുകൂടിയൊക്കെ അതിൻ്റെ പാരണ്യതയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബലിതർപ്പണ തറകളും അതോടൊപ്പം ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇന്നലെയോടുകൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലൊക്കെ നടത്തി. ആകെ ഒരു ആശങ്കയായി നിന്നിരുന്നതും മഴയും ഈ അമ്പലത്തിനോട് ചേർന്നുള്ള വെള്ളക്കെട്ടുമൊക്കെയാണ്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കണ്ടതാണ്. ക്ഷേത്രം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാത്രമാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. പക്ഷേ നിലവിൽ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. ബലിതർപ്പണ ചടങ്ങുകൾ വളരെ സുഗമമായി ആലുവയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട് തിരുവല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, എത്ര പേരെയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്ര പേരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എങ്ങനെയാണ് റിനു? റിജിത്ത്, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രം, തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രം, അതുപോലെ തന്നെ വർക്കല പാപനാശം എന്നിവിടങ്ങളാണ് ഏറ്റവും പ്രധാനമായി ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങൾ. ചെറിയ സ്ഥലങ്ങളൊക്കെ തന്നെ നിരവധി കടവുകളൊക്കെ തന്നെ ഇതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും, വലിയ ഒരു തിരക്ക് തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് ബലിതർപ്പണത്തിനായി എത്തിയവരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. മണിക്കൂറുകളോളമായി ഇവിടെ ക്യൂ ആണ്. ഏകദേശം 2:30 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തിയിരുന്നു. ജില്ലാ കളക്ടർ അടക്കം മേയർ അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി നിരവധി പേർ എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇത്തവണയും അതുതന്നെയാണ്. പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഈ പാസ് എടുത്തതിനു ശേഷം ക്യൂ ആയി നിന്ന് വേണം ഇവിടേക്ക് ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി എത്താൻ വേണ്ടി വടം കെട്ടി ക്രമീകരിച്ച് ഇവരെ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിരവധി ബലിത്തറകളുണ്ട്. ബലി തർപ്പണം നടത്തുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണം നടത്തി കായലിൽ മുങ്ങി മോക്ഷപ്രാപ്തി നേടി അല്ലെങ്കിൽ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ചെയ്ത് തിരികെ ഇവർക്ക് ഇവിടേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ, എത്ര മണിക്ക് വന്നതാണ്? ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും ഒരുപാട് താമസിക്കുമല്ലേ അകത്തേക്ക്? ഇനി ഏകദേശം ഒരു മണിക്കൂറൂടെ എടുക്കും ടിക്കറ്റ് കിട്ടാൻ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ലൈനിൽ നിന്നിട്ട് അതിന് 1.5 മണിക്കൂർ എടുക്കും. സ്ഥിരം ഇവിടെ തന്നെയാണോ വരുന്നത്? അതെ. അതാണ്, ഇവർ ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി തന്നെ നിൽക്കുന്ന ക്യൂ ആണ് ഞങ്ങളിപ്പോൾ കണ്ടത്. 1 മണിക്കൂറായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തതിന് ശേഷം മറ്റൊരു ക്യൂവിലേക്ക് പ്രവേശിക്കണം. അവിടെയും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളതാണ്. വർക്കല പാവനാശത്തേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 12 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി എന്നുള്ളതാണ്. പ്രധാനമായും ശംഖുമുഖം ബലിതർപ്പണം നടത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ കടൽ കയറിയതിനാൽ ഇത്തവണ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള അനുമതിയില്ല എന്നുള്ളതാണ്. വർക്കല പാവനാശത്ത് ഇന്നലെ ബലിതർപ്പണത്തിന് വേണ്ടി നാട്ടിയിരുന്ന പന്തലുകളെല്ലാം തന്നെ തിരയെടുക്കും
റെസ്റ്റ് ഒരു സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി അടക്കം ഇവിടെ എത്തി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ വിലയിരുത്തിയിരുന്നു സ്ഥിതിഗതികൾ. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. എന്തായാലും മഴ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇന്നിപ്പോൾ മഴയില്ല, തിരുവനന്തപുരത്ത് മഴയില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചെറിയ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ബലിതർപ്പണ ചടങ്ങിന് വേണ്ടി ആ മഴ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റിജിത്ത്, തിരുവല്ലത്ത് നിന്ന് റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി തിരുനെല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിരവധി പേരാണ് പുലർച്ചെ മുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചവരെയാണ് ബലിതർപ്പണം അനുവദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത്തവണ ഈ വാഹനങ്ങളിൽ വരുന്നവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൂടെ നൽകിയിട്ടുണ്ടല്ലോ. കൃഷ്ണ, സാധാരണഗതിയിൽ ഈ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ കാട്ടിക്കുളത്ത് ഇറങ്ങണം. അവരുടെ സ്വകാര്യ വാഹനങ്ങൾ അവിടെ വെച്ച ശേഷം വേണം മറ്റ് പൊതു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്താറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഒരു മാറ്റമുണ്ട്. എന്തായാലും നമ്മൾ പോകുന്നത് പാപനാശിനിയിലേക്കാണ്. പാപനാശിനിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ 300ഓളം പേർക്ക് ഒരേ സമയം ബലിയിടാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 3 മണി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാവിലെ 3 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ട്. ധാരാളം പേർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, പൊൻകുഴിയിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് തിരുനെല്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വിവിധയിടങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ മുന്നോട്ട് പോവുകയാണ്. മഴ ഭീഷണിയായി നിൽക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ചടങ്ങുകൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയുന്നുണ്ട്.